ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പെൻ ടൂളിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു കേവ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. കേവ് വരച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേവ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ഫില്ല് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇതിൽ ഫില്ല് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫില്ലിൻ്റെ കളറിൽ ടച്ച് ചെയ്യാതെ ഈ ഫില്ല് എന്ന് ഇവിടെ കാണുന്നില്ല, അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പുതിയൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇവിടെയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയൽ ഗ്രേഡിയൻറ്റ് വരുന്നുണ്ട്, ലീനിയർ ഗ്രേഡിയൻറ്റ് വരുന്നുണ്ട്, സോളിഡ് കളർ വരുന്നുണ്ട്, അതുപോലെ നണ്ണ് വരുന്നുണ്ട്. നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഫില്ല് ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നണ്ണ് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഫില്ല് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്ട്രോക്ക് ഇവിടെ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഇവിടെയായിട്ട് 15 ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടിയിട്ട് ഒരു 20 ആക്കി കൊടുക്കുകയാണ്. വേണ്ട, ഒരു 19 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വരികയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഷേപ്പ് ലെയറിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടൻസിൽ പോവാണ്. കണ്ടൻസിൽ പോയാൽ നമ്മളോട് ഷേപ്പ് 1ൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷേപ്പ് 1 സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് എന്ന് കാണാൻ പറ്റും. ഈ ഒരു സ്ട്രോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ കളർ നമുക്ക് ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒപ്പാസിറ്റി കൂട്ടിക്കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് കാണാൻ പറ്റും. പിന്നെ താഴേക്കായിട്ട് സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് ഇവിടെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വീണ്ടും താഴേക്ക് വന്നാൽ ലൈൻ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലൈൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് റൗണ്ടഡ് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈനിൻ്റെ ക്യാപ്പ്, അതായത് നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈനിൻ്റെ ക്യാപ്പ് റൗണ്ടഡ് ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഈ ഒരു കോർണർ റൗണ്ടഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ചേഞ്ച് ചെയ്തൊരു പ്രൊജക്റ്റിംഗ് ക്യാപ്പ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചൊരു പ്രൊജക്റ്റിംഗ് ക്യാപ്പ് ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും അറ്റം ഉണ്ടല്ലോ, ഈ ഭാഗത്തിനാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഒരു ഡാഷസ് ആണ്. ഈ ഒരു ഡാഷസിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാഷുകൾ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഇമേജിൽ നമുക്ക് ഡാഷുകൾ കൊണ്ടുവരാൻ പറ്റും. ഈ ഡാഷസിൻ്റെ പ്രത്യേകത, ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, കൂട്ടാൻ പറ്റും. അതായത് ഡാഷസിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാഷസ് കൂട്ടാൻ പറ്റും. അതുപോലെ ഓഫ്സെറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു പെൻ ടൂളിൽ ലൈനിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ ഇത്രയും വീഡിയോകളിൽ ഇത്രയും ക്ലാസ്സുകളിൽ ഒരുപാട് ട്രാൻസ്ഫോമുകളും സ്കെയിലിങ്ങും പൊസിഷനിങ്ങും ഒപ്പാസിറ്റിയും ഇങ്ങനെ ഡാഷസും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ല. ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ ഐക്കൺ നിങ്ങൾ കണ്ടോ, ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ ചിഹ്നം പോലത്തെ ഒരു സംഭവം നിങ്ങൾ കണ്ടോ. ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. ആനിമേഷനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആനിമേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആനിമേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ആനിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് 1 or 2 എണ്ണമായിരിക്കും നമ്മൾ പറഞ്ഞു തരാം. ബാക്കി ഓരോന്ന് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നാലേ ഈ ആനിമേഷൻ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ആനിമേഷനിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.